പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ വലിയ അനുഗ്രഹം നമ്മളിലേക്ക് നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൽ വിശ്വാസം ഉറപ്പിച്ച് നമ്മുടെ യാത്ര നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. നിങ്ങളോട് ഈ വചനമൊക്കെ പറഞ്ഞു തരാനും ഈശോയുടെ സ്നേഹം നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കാൻ, ഈശോയുടെ വിശ്വാസം നമ്മൾ ഓരോ ദിവസം നമ്മൾ ഒരുമിച്ച് വർദ്ധിക്കാനും ഒക്കെ ആയിട്ട് കർത്താവ് എന്നെ ഉപകരണമാക്കി ഞാൻ ഈശോയ്ക്ക് മഹത്വം കൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും ഈശോ എന്നെ ചെയ്യുന്നതെന്ന് അറിയോ? ഇങ്ങനെ ഒരു കാല് വെക്കാനുള്ള ഒരു വെട്ടം തരും. ഇങ്ങനെ അടുത്ത കാല് മുഴുവൻ വെട്ടമൊന്നും തരത്തില്ല, ഒരു കാല് വെക്കാനുള്ള വെട്ടം തരും. ചിലപ്പോൾ ഒരു വചനത്തിലൂടെ ആയിരിക്കും, കുറച്ചു നേരം നമ്മൾ കേൾക്കുന്ന ഒരു വചന ശുശ്രൂഷകളായിരിക്കും, മറിച്ച് വായിക്കുന്ന ഒരു വചനഗ്രന്ഥത്തിലെ ഒരു താളുകളിലൂടെ ആയിരിക്കും, വചനത്തിലൂടെ ആയിരിക്കും. ഒരു കാല് വെക്കാനുള്ള വെട്ടം എപ്പോഴും ഈശോ തരും. ആ വെട്ടത്തിൽ നമ്മൾ കാലെടുത്ത് വെക്കുക, മുമ്പോട്ട് പോവുക. അപ്പം അതൊരു വിശ്വാസത്തിൻ്റെ ഒരു മേഖല അങ്ങനെയാണ്. ഈശോയെ നമ്മൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ കണ്ട് ആ ഒരു ഫെയ്ത്തിലേക്ക് വരികയല്ല. ഓരോ സ്റ്റെപ്പ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ലേ, വചന വ്യാഖ്യാനങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിങ്ങൾ വിശ്വാസം, ഫെയ്ത്ത് ലെവൽ ഒന്ന് ഉയർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓരോ എപ്പിസോഡും നമുക്കൊരു വെട്ടമാണ്. അപ്പം എനിക്കത് മുഴുവൻ കിട്ടിയിട്ടില്ല, പേടിക്കണ്ട. ഇതിൻ്റെ അവസാനം എന്നാണ്, എന്നിത് തീരും, അതൊന്നും ചിന്തിക്കേണ്ട. ഇപ്പം എനിക്ക് മുമ്പോട്ട് അടുത്തൊരു ദിവസം, അല്ലെങ്കിൽ അടുത്തൊരാഴ്ച, അടുത്തൊരു മാസം, ഇല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ബോധ്യം. അങ്ങനെയാണ് ഈശോ നമ്മളെ നയിച്ചോണ്ട് കുഞ്ഞു വെട്ടം തന്നോട്ടിരിക്കുക. ആ കുഞ്ഞു വെട്ടങ്ങളാണിത്. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊക്കെ, അത് യൂട്യൂബ് ചാനലിലൊക്കെ അവൈലബിൾ ആണ്, ഷാരോബിൽ. അതൊക്കെ ഒന്ന് പോയി നോക്കുക, വീണ്ടും നോട്ടുകളൊക്കെ ഒന്ന് പഠിക്കുക, ഈശോയിലേക്ക് കുറേയും കൂടെ അടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഈശോയുടെ സ്നേഹത്തിനൊക്കെ നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. അതായത് പൗലോസ്ലിഹ ഈശോയെ നേടേണ്ടതിനും ഈശോയിൽ ഒന്നായി തീരേണ്ടതും ഏറ്റവും വലിയ ലക്ഷ്യമാക്കി തിരിച്ചറിഞ്ഞു. മറ്റൊരു വാക്കിൽ ഇങ്ങനെ പറഞ്ഞാൽ, പൗലോസ്ലിഹ ശരിക്കും ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറി. അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്താണെന്ന് പൗലോസ്ലിഹ ഈശോ ആഗ്രഹിച്ചൊരു ആംഗിളിൽ, ഈശോ ആഗ്രഹിച്ച ഒരു ലെവലിൽ നിന്നുകൊണ്ട് തൻ്റെ വിശ്വാസത്തെ കാണാൻ വേണ്ടിയിട്ട് പൗലോസിലേക്ക് സാധിച്ചു. അതായത് നമ്മളിപ്പം നമ്മുടെ ഒരു ജീവിതസാരം വെച്ച് നോക്കിയാൽ, നമ്മൾ വായിക്കുന്ന വചനവും നമ്മൾ പഠിക്കുന്ന വേദപാഠങ്ങളും എല്ലാം അൾട്ടിമേറ്റ്ലി നമ്മളെ എത്തിക്കേണ്ട എവിടെയാണ്? ഈശോയിൽ ഒന്നാക്കി തീർക്കുക. ഇപ്പൊ പൗലോസിലെ ആ ലെവലിലെത്തി. അതുകൊണ്ട് ഫിലിപ്പി 3 നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിങ്ങനെ ധ്യാനിച്ചില്ലേ, ഞാൻ ബാക്കിയെല്ലാം ഒഴിവാക്കുകയാണ്, ഇനി എനിക്കുള്ളതൊക്കെ നഷ്ടമായിട്ട് തന്നെ ഞാൻ കരുതാണ്, അത് പോയാലും കുഴപ്പമില്ല, എനിക്ക് എന്ത് വേണം? എനിക്ക് ഈശോയിൽ ഒന്നായി തീരണം, ഈശോയെ നേടണം. ഇതാണ് പൗലോസിലേക്ക് പറയുക. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം എടുക്കാം. അവിടെ 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പൗലോസിലെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പൗലോസിലെ തന്റെ ബ്യൂട്ടിഫുൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. തന്റെ വിശ്വാസത്തിന്റെ ലക്ഷ്യം, താൻ ക്രിസ്തു മതത്തിന്റെ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ഞാൻ ഇരിക്കുന്നു, അതിന്റെ ലക്ഷ്യം എന്താണ്, എൻ്റെ വിശ്വാസത്തിന്റെ സ്ട്രെങ്ത് എന്താണ്, ഫൗണ്ടേഷൻ എന്താണ്? പൗലോസിലെ പറയാണ് 3:9, ഫിലിപ്പി 3:9 ഇങ്ങനെയാണ്: ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോട് കൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞൊരു കാര്യം, ക്രിസ്തുവിനെ നേടണം, എനിക്ക് ഈശോയെ വേണം. അതെങ്ങനെ കിട്ടും? സ്നേഹം വഴി, ഈശോയെക്കുറിച്ച് അറിയുന്നത് വഴി, അതുവഴി ഈശോയിലുള്ള വിശ്വാസം വർദ്ധിച്ച് എനിക്ക് ഈശോയെ കിട്ടും. ഈശോയെ കിട്ടും എന്ന് വെച്ചാൽ ഒരാളെ പരിചയപ്പെടുക എന്ന് മാത്രമല്ല, ഈശോയെ കണ്ടുമുട്ടിയ ഒരാൾ ഈശോയെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. ക്രിസ്തുവിലായിരിക്കുന്നവന് പുതിയ സൃഷ്ടിയായി മാറുന്നു എന്നുള്ള വചനം ഓർമ്മയിലില്ലേ? പൗലോസിലെ തന്നെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്, നിങ്ങൾ പഴയ മനുഷ്യനെ, വഞ്ചന നിറഞ്ഞ, ദുരാസക്തി നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുക. ആരാണത്? ഈശോയെ ധരിക്കുക, ഈശോയെ പോലെ ആയിത്തീരുക. നമുക്ക് ഒരിക്കൽ ഈശോയ്ക്ക് കൈ കൊടുത്താൽ പിന്നെ ഒരു പഴയ ജീവിതം നമുക്കില്ല. അപ്പം നമ്മളിതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കല്ല ഇഷ്ടമില്ലാത്ത നമ്മുടെ ഒരു പഴയ കെട്ട കാലം ഉണ്ടാവും, കഴിഞ്ഞ കാലത്തെ നമ്മുടെ സ്വഭാവ രീതികളുണ്ടാവും. ഇപ്പൊ പോലെ നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിച്ച് പരിശ്രമിക്കുന്ന ഓരോ കുമ്പസാരക്കൂടുകളിലും നമ്മൾ പോയി ചങ്കുപൊട്ടി പറയുന്ന ചില നമ്മുടെ പാപ മേഖലകളുണ്ടാകും. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, റിന്യൂഡ് ലൈഫാണ്, എല്ലാം പുതുതാക്കുന്ന ഒരു സ്പിരിറ്റ്. വെളിപാട് 21:5 നമ്മൾ വായിക്കുന്ന പോലെ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ എല്ലാം പുതുതാക്കി മാറ്റും, മേക്കിംഗ് എവറിത്തിങ് ന്യൂ. ഈശോ അത് നമ്മളെ സഹായിക്കുകയാണ്. പരിശുദ്ധാത്മ വഴി നമുക്കത് വലിയ സഹായമാവാണ് ഈ പുതിയ വ്യക്തിയെ തീരാൻ. പൗലോസ്ലിഹായെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, പോൾ വാസ് നോട്ട് കൺവേർട്ടഡ്, ഹി റിയലൈസ്ഡ്. പൗലോസ്ലിഹ മാനസാന്തരപ്പെടുകയല്ല ചെയ്തത്, പകരം പൗലോസ്ലിഹ തിരിച്ചറിഞ്ഞു. ബെനഡിക്റ്റ് പാപ്പയുടെ സുന്ദരമായ സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നാണത്. പൗലോസ്ലിഹായ്ക്ക് ഒരു മാനസാന്തരത്തിന്റെ ആവശ്യമില്ല, അദ്ദേഹം ഒരു പാപി ആയിരുന്നില്ല എന്നൊക്കെ പറയാം. മീൻസ് അപ്പം നമ്മൾ വിചാരിക്കുക ഡെമാസ്കസിലേക്കൊക്കെ ആൾക്കാരെ കൊല്ലാൻ പോകുന്നു. അദ്ദേഹം വിശ്വസിച്ചിരുന്ന വിശ്വാസ സംഹിതയുടെ, അയാളുടെ ഫെയ്ത്തിന്റെ ഒരു ബേസ്, നമ്മൾ അതിനെക്കുറിച്ചാണല്ലോ, ഫെയ്ത്തിന്റെ ചില മാനങ്ങളെ കുറിച്ചൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ വിശ്വസിച്ച ആ മതത്തിന്റെയോ അല്ലെങ്കിൽ ആ നിയമസംഹിതകളുടെയോ മുമ്പിൽ ഇതായിരുന്നു കറക്റ്റ്.
അതായത് വഴി മാറിപ്പോകുന്നവർ, പുതിയ വഴിയെ പോകുന്നവർ, പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ മാർഗത്തിൽ പോകുന്നവർ റോങ് ആണ്, അവരെ തിരുത്തണം, തട്ടിക്കളയണം. അതായിരുന്നു സൗളിന്റെ ശരി. അപ്പൊ അയാൾ മാനസാന്തരപ്പെടുകയല്ല, അയാൾ എപ്പോഴും കറക്റ്റാണ്, തിരിച്ചറിയുകയാണ് ഈ വഴിയാണ് കറക്റ്റ്, ഈ വിശ്വാസ വഴിയാണ് കറക്റ്റ്, ഈശോയിലാണ് ഇതെല്ലാം പൂർത്തിയാവുന്നത്. പൗലോസിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുകയാണ്. ക്രിസ്തുവിലായിരിക്കുമ്പോൾ പുതിയ വ്യക്തിയായിട്ട് മാറുകയാണ്, പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്, ഒന്നുകൂടെ ജനിക്കുകയാണ്, വീണ്ടും ജനിക്കുകയാണ് പരിശുദ്ധാത്മാവൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളെ വായിക്കുന്നില്ലേ, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നിത്യരക്ഷ, നിത്യജീവൻ, സ്വർഗരാജ്യ അവകാശമാക്കാൻ പറ്റില്ല. ആത്മാവിൽ നയിക്കപ്പെടുന്ന, അങ്ങനെ ഒരു നയിക്കപ്പെടുന്ന വിശ്വാസത്തിൽ മാത്രമേ നമുക്ക് ഈശോയെ നേടാനും ഈശോയിൽ ഒന്നായി തീരാനും പറ്റുള്ളൂ. അത് പൗലോസ്ലീഹ നേടി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നപ്പോൾ പൗലോസ്ലീഹ അത് നേടിയിട്ടാണ് ഇത് പറയുക. അടുത്ത വാക്യം ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചത് മനസ്സിലാക്കുക, എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി അല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. പക്ഷെ അതിന് തൊട്ടു മുമ്പുള്ള വാക്യങ്ങളെല്ലാം പൗലോസ്ലീഹ താൻ നേടിയെടുത്ത കുറെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഡിഗ്രികൾ ഉണ്ടാകാം, സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകാം, പാരമ്പര്യങ്ങൾ ഉണ്ടാകാം, റോമൻ സിറ്റിസൺഷിപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ അഭിമാനത്തോടെ പറയുന്ന ഒരു യഹൂദനായിരുന്നു പൗലോസ്ലീഹ, അല്ലെങ്കിൽ പഴയ പൗലോസ്, തിരിച്ചറിവിന് മുമ്പുള്ള സൗൾ. പക്ഷെ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതെല്ലാം പൊക്കോട്ടെ, എനിക്ക് ഈശോയെ മതി എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ നേടിയെടുത്തതിനെ കുറിച്ചല്ല ഇനി പൗലോസ്ലീഹ പറയുന്നത്, എനിക്ക് ലഭിച്ചത്, സൗജന്യമായി ലഭിച്ചത്. റോമ 3:22-23 നമ്മൾ വായിക്കുന്നില്ലേ, നമുക്ക് സൗജന്യമായി ലഭിച്ച നീതി, രക്ഷ ആര് തന്നു? ഈശോ തന്നു. ഈശോയിലുള്ള വിശ്വാസം വഴി നമുക്ക് ലഭിക്കുന്ന നീതി. ഇപ്പോൾ പൗലോസ്ലീഹ ഫോക്കസ് മുഴുവൻ മാറ്റുകയാണ്. അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് അല്ല, നേടിയെടുത്തതല്ല, നല്ല പേരല്ല, ഇത് പോയാലും എനിക്ക് വേണ്ടത് ഈശോയാണ്, ഈശോയിൽ ഒന്നായി തീരണം. അത് എവിടുന്ന് കിട്ടുന്നു? എനിക്ക് വിശ്വാസം വഴി കിട്ടുന്നതാണ്. നീതിയെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. പൗലോസ്ലീഹയുടെ ആംഗിളുകൾ, പിന്നെ ഈ വ്യൂ പോയിന്റ് മുഴുവൻ മാറുകയാണ്. എല്ലാം എനിക്ക് വിശ്വാസം, ഈശോയിലുള്ള വിശ്വാസം വഴിയാണ് എനിക്കെല്ലാം ലഭിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരു സങ്കടത്തെ അതിജീവിക്കുന്നത്, ഒരു പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുന്നത് എല്ലാം വിശ്വാസം വഴിയല്ലേ. നമ്മളൊരു നോർമൽ ലാംഗ്വേജിൽ തന്നെ പറയില്ലേ, ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്, ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ്. ആരിൽ? എന്നിലോ, ഈ കാലത്തിലോ, സമയത്തിലോ, സാഹചര്യങ്ങളിലോ, സഹായിക്കുമെന്ന് പറഞ്ഞ വ്യക്തികളിലോ ഒന്നുമില്ല. ആരിൽ? ഈശോയിലുള്ള വിശ്വാസമാണ് നമുക്ക് എല്ലാം തരുന്നത്. പൗലോസ്ലീഹ ഇത് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ടൊക്കെ പഠിച്ച് ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഓർക്കണം, ഈ വിശ്വാസം ചിലപ്പോൾ നമ്മളിങ്ങനെ പറയും, ഞാൻ വിശ്വാസത്തോടെ 3 ദിവസം പ്രാർത്ഥിച്ചു, എനിക്കത് കിട്ടിയില്ല. ചിലപ്പോൾ പറയും, എനിക്കത് കിട്ടി. അങ്ങനെ ഒരു ലാഭത്തിന്റെ സുവിശേഷം അല്ല വിശ്വാസം. അങ്ങനെ ഒരു ലാഭത്തിന്റെയോ സമൃദ്ധിയുടെയോ സുവിശേഷം അല്ല ക്രിസ്തുമതം. ഈശോ പറഞ്ഞ സമൃദ്ധി വേറെ ലെവലാണ് സാധനം. അതാണ് യോഹന്നാൻ 10:10 ഇങ്ങനെ നമ്മൾ വായിക്കുക, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധമായി ഉണ്ടാകാൻ. ഇപ്പൊ നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലത്ത് പിശാചിനോടോ, കാലങ്ങളോടോ, സാഹചര്യങ്ങളോടോ, വ്യക്തികളോടോ ഒക്കെ കൈകൊടുത്ത് കള്ളൻ നമ്മുടെ ജീവിതത്തെ മോഷ്ടിച്ചു, കൊന്നു, നശിപ്പിച്ചു. പക്ഷെ ഏത് അവസ്ഥയായിക്കോട്ടെ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഈശോയ്ക്ക് കൈകൊടുത്ത ഒരാൾക്ക് പിന്നെ പാസ്റ്റ് ഇല്ല. നമ്മളോട് ചോദിക്കും ചിലപ്പോൾ, നമ്മുടെ ഒരു ധ്യാനം കൂടി ഇല്ലെങ്കിൽ ഒരു വചനം കേട്ട് നമ്മുടെ വിശ്വാസം നമ്മൾ കുറച്ചുകൂടെ തെളിച്ചുള്ളതാക്കി, നമ്മളൊരു പഴയ ജീവിത രീതിയൊക്കെ മാറ്റി, പാപങ്ങളൊക്കെ മാറ്റി. ചിലപ്പോൾ വീണ്ടും ആൾക്കാർ ഒന്ന് ചോദിക്കും, നീ അങ്ങനെ ആയിരുന്നില്ലേ, നീ പണ്ടിങ്ങനെ ആയിരുന്നില്ലേ. നമുക്ക് ചിലപ്പോൾ അത് വേദനിക്കും. പക്ഷെ അവരോട് പറയണം, ഏത് പഴയ ഞാൻ? അങ്ങനെ ഒരു വ്യക്തി എനിക്ക് അറിയില്ല. ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നവൻ, ക്രിസ്തുവിന്റെ വിശ്വാസം സ്വീകരിച്ചവൻ, ക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ, ക്രിസ്തുവിൽ ഒന്നായി തീർന്ന് ഞാനൊരു പുതിയ വ്യക്തിയാണ്. അങ്ങനെ ഒരു കഴിഞ്ഞ കാലം ഇല്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഈശോയ്ക്ക് കൈ കൊടുത്താൽ നമുക്ക് പിന്നെ ഒരു പാസ്റ്റ് ഇല്ല. പൗലോസ്ലീഹ ആ പാസ്റ്റ് മുഴുവൻ ഒഴിവാക്കുകയാണ്. ഇനി വിശ്വാസം, ഈശോയിൽ വിശ്വാസം വളരണം, ഈശോയെ മുറുകെ പിടിക്കണം. എന്താണ് അതിന്റെ ഫസ്റ്റ് റിസൾട്ട് എന്നറിയാം? ഇപ്പൊ ഞാനോ നിങ്ങളോ പെട്ടെന്നൊരു ദിവസം നമുക്ക് ഇങ്ങനെ പോരാ. ചിലപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു 95% നമ്മൾ നല്ല വഴി തന്നെ ആയിരിക്കും. പക്ഷെ ആ നല്ല വഴിയിലേക്ക് മാത്രമല്ലല്ലോ ഈശോ നമ്മൾ വിളിച്ചേക്കുന്നത്, വിശുദ്ധിയിലേക്ക് വിളിക്കുക. പൗലോസ്ലീഹ തന്നെ പിന്നീട് തെസ്സലോനിക്കക്കാർക്ക് 1-ാമത്തെ കത്തെഴുതുന്ന സമയത്ത് 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നില്ലേ, 7 മുതലുള്ള വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എഫേസൂസ് ലേഖനമൊക്കെ തുടങ്ങുമ്പോൾ പൗലോസ്ലീഹ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ച ആ വിളിയുണ്ട്. പത്രോസ്ലീഹ ഇത് തന്നെ പറയും, നിങ്ങൾ വിളിച്ച വിളിയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധാലുക്കളാണെങ്കിൽ നിങ്ങൾ വീണു പോകില്ല. എഫേസൂസ് 2:10 പൗലോസ്ലീഹ പറയുന്നില്ലേ, നമ്മൾ ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായിട്ട് ഈശോയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പക്ഷെ ഈ വഴി നമുക്ക് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? യു ഷുഡ് ഫസ്റ്റ് ബിലീവ്. ആരെ? ഈശോയെ. ഈശോയിൽ ഈ വിശ്വാസം നമ്മൾ അടിയുറച്ചാലുള്ള ആദ്യത്തെ റിസൾട്ട് ലാഭത്തെക്കുറിച്ചല്ല, സമൃദ്ധിയെക്കുറിച്ചല്ല. ഇത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു സമൃദ്ധമായ ജീവിതത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന ഈശോ നമുക്ക് തരാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് തിങ്, ഐ ബിലീവ് എന്ന് പറയുമ്പോഴത്തേനും ഈശോ പിന്നെ കൈ അയച്ച് നമുക്ക് തരാൻ പോകുന്ന ഒരു വലിയ സമ്മാനമുണ്ട്. ലോകത്തിൽ മറ്റാർക്കും നമ്മൾ നേടിയെടുത്ത ഒന്നിനും തരാൻ പറ്റാത്തൊരു സംഭവം, ഒരു അനുഗ്രഹം. അത് ഈ ലേഖനത്തിൽ തന്നെ, ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന മാറ്റം,
അനുഗ്രഹം, സമ്മാനം എന്താണ്? 12ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല, ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. എന്ത് സ്വന്തമാക്കാൻ? എൻ്റെ വിശ്വാസം വളർന്ന് ഞാൻ ഈശോയിൽ ഒന്നായി തീർന്ന് ഈശോയെ സ്വന്തമാക്കണം. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഞാൻ ശ്രമിക്കുകയാണ്. ഇത് പൗലോസ്ലീഹയുടെ കാര്യം മാത്രമല്ല പ്രിയപ്പെട്ട സ്വരങ്ങളെ. ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, ധ്യാനം കൂടുമ്പോൾ, ഓരോ ദിവസവും നമ്മളിങ്ങനെ നമ്മുടെ ഈ ഗ്രാഫ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ. ആരെ നേടാൻ? ഈശോയെ നേടാൻ. ഇതുവരെ കിട്ടിയോ? ഇല്ല. കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ഈശോയെ പോലെ ആയി എന്ന് പറഞ്ഞൊരു ലെവൽ നമുക്കുണ്ടോ? ഇല്ല. നമ്മൾ പരമപരിശുദ്ധരായി, വിശുദ്ധനായി, വിശുദ്ധയായി എന്നൊക്കെ പറയുമ്പോൾ തന്നെ മോളിരുന്ന പൗലോസ്ലീഹയും അൽഫോൻസാമയും മറ്റു വിശുദ്ധരൊക്കെ നമ്മളെ കളിയാക്കും. എവിടെ എത്തിയിട്ടില്ലെന്ന് പറയും. ആ ഒരു ഗ്രോത്താണ് എപ്പോഴും. ഇതാണ് ഒരു ഹോളിനെസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് എ ജേണി എന്ന് പറയില്ലേ. വിശുദ്ധി ഒരിക്കലും ഒരു ലക്ഷ്യമല്ല, വിശുദ്ധി ഒരു യാത്രയാണ്. നമ്മൾ ഈ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഒരു കെട്ടിക്കിടക്കാതെ പുറകോട്ട് പോവാതെ മുമ്പോട്ട് ഓരോ സ്റ്റെപ്പും നമ്മുടെ വിശുദ്ധി, വിശ്വാസം വളർന്നാൽ നമുക്ക് ഈശോ സമ്മാനമായിട്ട് തരുന്ന ഒരു കാര്യമാണ് ഈ വിശുദ്ധിയൊക്കെ. ആ വിശുദ്ധിയുടെ ഏറ്റവും വലിയ കാര്യം, ഇല്ലെങ്കിൽ അതിനോട് ചേർന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് പൗലോസ്ലീഹ പറയുക: ഞാനിത് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ആ വചനം? ഒന്ന് അടയാളപ്പെടുത്തിയിടുക: യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഐ ഹാവ് ബിക്കം ഹിസ് ബിലവഡ്. ഞാൻ ഈശോ ഇതുവരെ നേടിയിട്ടില്ല. ചിലപ്പോൾ എനിക്ക് എൻ്റെതായ കുറവുകൾ, അല്ലെ? നമ്മളൊന്ന് ഓർത്ത് വയ്ക്ക്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറവുകൾ, എനിക്ക് എൻ്റെതായ കുറവുകളുണ്ട്. ഈശോയുടെ അടുത്ത് എത്തണം, ഈശോയെ പോലെ ആവണം, പരിശുദ്ധിയിലേക്കൊക്കെ എത്തണം, വിശ്വാസം വളരണം, നല്ല വിശ്വാസികളായിട്ട് ജീവിക്കണം, അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് ആഗ്രഹിക്കുന്ന യോഹന്നാൻ 10:10 സമൃദ്ധിയിൽ ജീവിക്കണം ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളങ്ങ് എത്തുന്നില്ല. നമ്മുടെ ആ ഒരു ഹ്യൂമൻ വീക്ക്നെസ്, നമ്മുടെ മാനുഷികമായ കുറവുകളൊക്കെ കാരണം നമ്മളിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കെട്ടിക്കിടക്കായിരിക്കും. ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. സോ അതെന്ത് തന്നെ ആയാലും മുമ്പോട്ട് വെക്കാൻ ഒരു വെട്ടം ഈശോ തരുമ്പോൾ, വിശ്വാസത്തിന്റെ ഒരു വെളിച്ചം, പിന്നെ ഈ ഒരു യാത്രാമധ്യേ അടുത്തൊരു മൈൽ സ്റ്റോണിലേക്ക്, അടുത്തൊരു പോസ്റ്റിൽ ഒരു ബൾബ് കത്തുന്നുണ്ട് വിശ്വാസത്തിന്റെ. ഈശോ തരുന്ന വെട്ടാണ്. അതിൽ മുമ്പോട്ട് കാലെടുത്ത് വെക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമാണ് ഈ ഗിഫ്റ്റ് കിട്ടുക. എന്ത്? നീ യേശുക്രിസ്തുവിന്റെ സ്വന്തമായിട്ട് മാറും. അഡ്രസ്സ് മാറുകയാണ്, ഐഡന്റിറ്റി മാറുകയാണ്. വിശ്വാസം വർദ്ധിക്കും തോറും നമ്മുടെ ഐഡന്റിറ്റി മാറും. ബാക്കി ഇപ്പം ലോകത്തിന്റെ മുമ്പിൽ ഒന്നും ആയിരിക്കില്ല. നമ്മളെ പാട്ടിലൊക്കെ പാടുന്നില്ലേ, ലോകത്തിന് മുമ്പിൽ ഞാൻ വിലയില്ലാത്തൊരു എളിയവനാവുകയും ദൈവമേ നിൻ മുമ്പിൽ ഏഴയാം ഞാൻ ഒട്ടും കുറവായി പോകില്ലേ. ഇല്ല, അങ്ങനെ ഒരു വാക്കുകളിലൊക്കെ ഉള്ള പാട്ടുണ്ട്. ഞാൻ ഒട്ടും ചെറുതായി പോകില്ലേ. അങ്ങനെ നമ്മുടെ പാട്ടിന്റെ വരികൾ ഓർക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അത് ഓർത്ത് വീണ്ടും പാടിക്കോ നിങ്ങൾ. പക്ഷേ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, നമുക്ക് ലോകം തരുന്ന അഡ്രസ്സുകളില്ലേ, ലോകം തരുന്ന അപ്രീസിയേഷൻസ് ഇല്ലേ, ഇതൊക്കെ മാറും. ഇന്ന് നല്ലത് പറഞ്ഞ് നാളെ തിരുത്തി പറയും. ഇന്ന് ചേർത്ത് പിടിച്ചൊരു നാളെ തെറ്റിദ്ധരിക്കും. ഇന്ന് ഞാൻ നീ ഒന്നാണ്, ഒറ്റയാണെന്ന് പറഞ്ഞൊരു നാളെ അവർ തന്നെ ചിലപ്പോൾ ഒറ്റപ്പെടുത്തും. ലൈഫ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴും ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട ഒരാൾ, ക്രിസ്തുവിൽ വേരൂന്നിയ ഒരാൾ, അയാൾക്കുള്ള അഡ്രസ് നീ യേശു ക്രിസ്തുവിന്റെ സ്വന്തമാണ്. നാളെ നിന്നെ ജീവിത പങ്കാളി സംശയിച്ചേക്കാം, നാളെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി തള്ളി പറഞ്ഞേക്കാം, നാളെ വളർത്തി വലുതാക്കിയ മക്കള് തിരിഞ്ഞു നിന്നേക്കാം. നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റും നിങ്ങളുടെ മാതാപിതാക്കൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സങ്കടമായിട്ട് മാറിയേക്കാം. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഏറ്റവും വേസ്റ്റ് എനിമിയായിട്ട് മാറിയേക്കാം. ചങ്കോട് ചേർത്ത് പിടിച്ച ഒരാൾ ചങ്കിടിച്ച് പിടിഞ്ഞേക്കാം. ഹൃദയത്തിൽ ഇടം കൊടുത്ത ഒരാൾ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവ് തന്ന് തിരിയാം. എനിക്ക് ആരുമില്ലെന്ന് ഓർത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നെഞ്ചത്തടിച്ച് കരയേണ്ട ദിവസങ്ങൾ വന്നേക്കാം. ബട്ട് യു ഡോണ്ട് ഫോർഗെറ്റ് ദിസ് ഐഡന്റിറ്റി. ഭാര്യ പോയാലും ഭർത്താവ് പോയാലും മക്കൾ പോയാലും പ്രിയപ്പെട്ടവർ പോയാലും ഗുരുക്കന്മാർ പോയാലും ആര് പോയാലും വെളിച്ചം തരാൻ ഒരാളില്ലാത്തപ്പോഴും ഈ സൂര്യൻ അവിടെ തന്നെയുണ്ട്. ഈശോ വിശ്വസിക്കുന്ന നിനക്ക് തരുന്ന അഡ്രസ്സാണ് യോ മൈ ബിലവഡ്. നീ എൻ്റെ സ്വന്തമാണ്, നിന്നെ എനിക്ക് വേണം എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകനിലൊക്കെ നമ്മുടെ നെഞ്ചത്തിങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന വചനമില്ലേ, നീ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്, ബഹുമാന്യനാണ്, വിലയുള്ളവനാണ്. ഇതൊക്കെ ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എപ്പോഴാണെന്നറിയോ? വിശ്വാസം. ഐ ബിലീവ് ഈശോയെ, ഞാൻ ഒന്നും കാണുന്നില്ല, സഹായത്തിന്റെ ഒരു കരം എൻ്റെ മേൽ നീളുന്നില്ല, എൻ്റെ കാലെടുത്തിനി എങ്ങോട്ട് വെക്കുന്നത് പടുകുഴിയാണോ ഒന്നും അറിയില്ല, ബട്ട് ഐ ബിലീവ് യു. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിലീവ് ദിസ്. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഐഡന്റിറ്റി, നീ ഈശോയുടെ സ്വന്തമായിട്ട് മാറുകയാണ്. മറ്റ് അഡ്രസ്സുകൾ പോകും, മറ്റ് ഐഡന്റിറ്റി, സ്റ്റാറ്റസ് എല്ലാം പോകും, തിരുത്തി പറയും. നമുക്ക് തന്നെ നമ്മളുടെ വില നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങൾ വരും. പക്ഷെ ഈശോ തന്ന ഈ ഐഡന്റിറ്റി മാറില്ല. നീ ഈശോയിലേക്ക് നടക്കാൻ, ഈശോയിൽ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ നീ അവൻ്റെ സ്വന്തമായിട്ട് മാറുകയാണ്. പൗലോസ്ലീഹ പറയാണ്, അതുകൊണ്ട് ഇനി എനിക്കൊരു കാര്യം ചെയ്യാം സഹോദരങ്ങളെ,
ഞാൻ തന്നെയും ഇതിനി സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുകയാണ്. ഈശോയുടെ കൈ പിടിച്ച ഒരാൾക്ക് ഒരു പാസ്റ്റ് ഇല്ല എന്ന് മാത്രമല്ല, ദർ ഇസ് എ ഫ്യൂച്ചർ, ഒരു ഭാവി കാലമുണ്ട്. മുമ്പോട്ടൊറ്റ ലക്ഷ്യം. ആരാ മുമ്പിൽ? ഈശോ. ഞാൻ ഒറ്റയ്ക്കല്ല. പൗലോസ്ലേഹയെ പോലെ നമുക്കും ആ ഒരു മൊമെന്റിൽ ഒരു ബോധ്യം കിട്ടുകയാണ്. ക്രിസ്തുവിലായിരിക്കുന്നതും പുതിയ സൃഷ്ടിയാന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ, ഈശോയ്ക്ക് കൈ കൊടുക്കുന്ന ഒരാൾക്കൊരു പാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ തിരിച്ചറിയേണ്ടതും വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. ഈശോയ്ക്ക് കൈ കൊടുത്താൽ പാസ്റ്റ് ഇല്ല എന്ന് മാത്രമല്ല, ദർ ഇസ് എ ഫ്യൂച്ചർ. അതാ പൗലോസ്ലേഹ ഈ വചനത്തിൽ പറയുക, ഞാനിനി എൻ്റെ പുറകിലോട്ടും നോക്കാൻ പോകുന്നില്ല. എൻ്റെ പുറകിൽ എന്താണ്? നൺ ഓഫ് മൈ ബിസിനസ്. അപ്പുറം ഇപ്പുറേക്ക് എന്താ സംഭവിക്കുക എനിക്കത് അറിയേണ്ട കാര്യമില്ല. എൻ്റെ മുമ്പിൽ ഒരു ലക്ഷ്യം. ആ മുമ്പിലുള്ള ലക്ഷ്യത്തിന്റെ ഏറ്റവും മുമ്പിൽ നടക്കുന്ന ആരാണ്? ഈശോ. ഈശോയുടെ പുറകെ നടക്കുക. ആ വഴിയെ, ദ വേ, ആ വഴിയെ വിശ്വസിച്ച് സ്നേഹിച്ച് ആ ബന്ധം സ്ഥാപിച്ച് നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഇനിയുള്ള ലക്ഷ്യം. ക്ലിയർ ആണ്. മുമ്പിൽ ഒരാൾ പോകുന്നുണ്ട്. നമ്മൾ പറയാം ഏശയ്യാ 52:12 നമ്മൾ വായിക്കുന്നില്ലേ, നിങ്ങൾ തിടുക്കം കൂട്ടണ്ട. മറ്റൊരു സാഹചര്യത്തിലാണ് പ്രവാചകനിലൂടെ കർത്താവ് ഇത് പറയുക. പക്ഷെ ആ വചനം ഇതിനോടൊന്ന് ചേർത്ത് വായിക്കണം. നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, ബഹളം കൂട്ടണ്ട, ശാന്തമായിട്ടിരിക്കും. കർത്താവ് നിങ്ങളുടെ മുമ്പേ നടക്കാം. അവിടെ നിങ്ങളുടെ പിൻകാവൽ ഉണ്ടാകും. മുമ്പിലും പുറകിലും കർത്താവ് കാവൽ നിൽക്കുന്നു. വളരെ സുന്ദരമായ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു വചനമല്ലേ ഇത്? കർത്താവ് നിങ്ങളുടെ മുമ്പേ നടക്കാം. അപ്പൊ പൗലോസ്ലീഹ അത് തന്നെ പറയുക, ഐ ബിലീവ്. എനിക്ക് ഈശോയെ സ്വന്തമാക്കേണ്ടത് കൊണ്ട് ഞാൻ ഈശോയെ വിശ്വസിക്കുന്നു. ഈശോയെ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടി? സ്നേഹം കിട്ടി, ഒരു ബന്ധം കിട്ടി. ഈശോ എന്നെ സ്വന്തമാക്കി. ഈശോ എന്നെ സ്വന്തമാക്കിയത് കൊണ്ട് എൻ്റെ ഐഡന്റിറ്റി, എൻ്റെ അഡ്രസ്സൊക്കെ മാറിയതുകൊണ്ട് ദേ പുറകിൽ നടക്കുന്ന കാര്യങ്ങളോ അപ്പുറം ഇപ്പുറം നടക്കുന്ന കാര്യങ്ങളോ കഴിഞ്ഞ കാലത്തിന്റെ കെട്ട ഓർമ്മകളോ ആളുകൾ കളിയാക്കിയതോ ശപിച്ചതോ, നോ, ഇതൊന്നും എൻ്റെ ബിസിനസ് അല്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിത് പല സാഹചര്യങ്ങളിൽ നിന്ന്, പല സ്റ്റാറ്റസുകളിൽ നിന്ന് കേൾക്കുന്നവരില്ലേ? പല ജീവിത സാഹചര്യങ്ങളുടെ കടന്നു ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്. ലൈഫിലൊരു ക്ലാരിറ്റി കിട്ടാത്തവരുണ്ട്. ചിലപ്പോൾ ഒരിക്കൽ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ നാണം കെട്ട് നിൽക്കുന്നവരുണ്ട്. നിങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ ചെയ്ത ഒരു തെറ്റിന്റെ പേരിലോ ഒരു അബദ്ധത്തിന്റെ പേരിലോ ചിലപ്പോൾ നിങ്ങൾ ആ നാണക്കേടിന്റെ ബാണ്ടക്കെട്ടും ചുമന്നുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ തലയും കുമ്പിട്ട് നടക്കുന്നവരുണ്ട്. തല പൊക്കി പിടിച്ചോണം. എല്ലാവർക്കും ഇത് പറ്റില്ല. അതങ്ങനെ സംഭവിച്ചു, അവരങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് നെകളിച്ച് അഹങ്കരിച്ച് നടക്കല്ല. നിങ്ങൾക്ക് ആദ്യം വേണ്ടത്, നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ക്രിസ്തുവിനെ സ്വന്തമാക്കുക. അതിനുവേണ്ടി അധ്വാനിക്കുക. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കുക. ഈശോ 10 സ്റ്റെപ്പ് മുമ്പോട്ട് വന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ച് പറയും, മോനെ നിനക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടോടാ? നിനക്ക് നിന്റെ കഴിഞ്ഞ കാലത്ത് മോളെ ഇങ്ങനെ ഒരു തെറ്റ് നിനക്ക് സംഭവിച്ചോ? ഇല്ല നിന്റെ കുടുംബം ഇങ്ങനെ നാണം കെട്ട് പോയോ? ഡോണ്ട് വറി, യു ലുക്ക് അറ്റ് മീ. നീ എന്നെ നോക്ക്. നീ എൻ്റെ സ്വന്തമാണ്. കളിയാക്കിയവരുടെയോ ശപിച്ചവരുടെയോ മാറ്റി നിർത്തിയവരുടെ അല്ല. നീ ഇപ്പൊ എന്നെ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ എൻ്റെ സ്വന്തമാണ്. ഈശോ ഓട്ടംപടി എടുക്കുക. പുറകിൽ നോക്കണ്ട, മുമ്പോട്ട് നോക്കാം. ലക്ഷ്യം ക്ലിയർ ആണ്. പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് ഈ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച വചനം, തിടുക്കം കൂട്ടൊന്നും വേണ്ട. ഓരോ സ്റ്റെപ്പ് വിശ്വാസത്തിന്റെ നമ്മളിപ്പം പഠിക്കുന്നു. കാറ്റക്കിസത്ത് ഓഫ് ദ കാത്തലിക് ചർച്ച്, സഭയുടെ മതബോധന ഗ്രന്ഥമൊക്കെ എടുത്ത് ആദ്യത്തെ പേജുകൾ മറിച്ച് അവസാനിപ്പിച്ചവരുണ്ട്. ഈശോ, എനിക്ക് എൻ്റെ വിശ്വാസം കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ക്ലാസ്സുകൾ, ടോക്കുകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. എനിക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. പ്ലീസ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു. ഒറ്റ സ്റ്റെപ്പ്. ഒരു വചനം വായിക്കൊരു ദിവസം, ഒരു അധ്യായം വായിക്കൊരു ദിവസം, ഒരു വിശുദ്ധ കുർബാനയും കൂടെ അർപ്പിക്കും. ഒന്നുകൂടെ പോയി കുമ്പസാരിക്കും. ലക്ഷ്യം ക്ലിയർ ആണ്. ആരാ മുമ്പിൽ നടക്കുന്നത്? ഈശോയാണ്. പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വാണിംഗ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യത്തിൽ പറയാനുണ്ട്. നിങ്ങൾ കിട്ടിയ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കിട്ടിയെന്ന് വെച്ചാൽ എന്താ? നമുക്ക് ബേസിക് ആയിട്ട് കിട്ടിയൊരു വേദപാഠമുണ്ട്, ബേസിക് ആയിട്ട് കിട്ടിയ വിശ്വാസമുണ്ട്. ഒരുപക്ഷെ അമ്മച്ചി മടി പിടിച്ചിരുത്തി കുരിശു വരപ്പിച്ച് തന്നൊരു വിശ്വാസമായിരിക്കും. അപ്പച്ചൻ വഴക്ക് പറഞ്ഞുകൊണ്ട് പള്ളിപ്പൊടി എന്ന് പറഞ്ഞ തന്ന ഒരു വിശ്വാസമായിരിക്കും. ഏറ്റവും എൻട്രി ലെവൽ വിശ്വാസമായിരിക്കും. പൗലോസ്ലീഹ പറയണം, അത് മുറുകെ പിടിച്ചോണം. ഈ അധ്യായത്തിൽ തന്നെ 3-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 16-ാമത്തെ വാക്യം, ഫിലിപ്പി 3:16, എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആവണം നിങ്ങളുടെ പ്രവർത്തനം. നമ്മൾ ഓരോ സ്റ്റെപ്പും നമ്മളെ നയിക്കേണ്ടത് കേട്ട വചനങ്ങൾ, വായിച്ച വചനങ്ങൾ, നമുക്ക് കിട്ടിയ കൂദാശകളുടെ കൃപ, ഏറ്റവും പ്രധാനമായിട്ട് ഈ വചനത്തിലൂടെ കൂദാശകളിലൂടെയൊക്കെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. 4-ാമത്തെ അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ്, എൻ്റെ സന്തോഷവും കിരീടവുമായ വത്സല സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. കർത്താവിൽ ഉറച്ചു നിൽക്കണം. ആരെ പിടിച്ചു നിൽക്കണം? ഈ വിശ്വാസം നമുക്ക് പകർന്നു തന്ന, ആ വിശ്വാസത്തെ ഓരോ കാറ്റടിച്ച് തീ കൊളുത്തി തരുന്ന പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ചുകൊണ്ട്. നമ്മളിന്ന് വളരെയധികം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എനിക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതായിരുന്നു. പരിശുദ്ധാത്മാവിനെ ഒന്ന് മുറുകെ പിടിക്കും. ഈ ഫെയ്ത്ത് തന്നത് ആരാണ്? പിന്നെ ഈ പരിശുദ്ധാത്മാവിനെ കൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ യു ആർ ഫ്രീ, ടോട്ടലി ഫ്രീ. യോഹന്നാൻ 3-ന്റെ ആദ്യത്തെ വാക്യങ്ങളൊക്കെ വായിച്ചു നോക്ക്, 6 മുതലുള്ള വാക്യങ്ങളൊക്കെ. നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടി എന്ന് പറയുന്ന പോലെ ഈ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന ആരാണ്? നമ്മളെ പുതിയ വ്യക്തി. മാമോദീസായ്ക്ക് മുമ്പുള്ള ഒരു കുഞ്ഞിനെ മാമോദീസായ്ക്ക് ശേഷം ദൈവത്തിന്റെ മകനാക്കി മാറ്റുന്ന ആരാണ്? പരിശുദ്ധാത്മാവിന്റെ ആവാസമാണ്.
ആ വ്യക്തിയെ കൃപാവരദാനങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുത്തുന്നവരാണ്. സ്ഥൈര്യലേപനം എന്ന കൂദാശ വഴി പരിശുദ്ധാത്മാവാണ്. ആ കുഞ്ഞിന് പാപബോധവും പശ്ചാത്താപവും കൊടുക്കുന്നവരാണ് പരിശുദ്ധാത്മാവാണ്. അപ്പത്തിന്റെ മേലും വീഞ്ഞിന്റെ മേലും ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവും കൂടിയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുക. രോഗിലേപനത്തിൽ സൗഖ്യത്തിന്റെ തൈലം നമ്മുടെ മേൽ പൂശപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അടയാളമായ സാന്നിധ്യമായ തൈലം കൊണ്ടാണ് പൂശപ്പെടുക. തിരുപ്പട്ടം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടാണ് ആ വ്യക്തിയെ സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാറ്റിവെക്കുക. വിവാഹം എന്ന കൂദാശയിൽ നിങ്ങളുടെ ആ സ്നേഹത്തെ ഐക്യപ്പെടുത്തുന്ന ആ സ്നേഹം ആരാണ്? പരിശുദ്ധാത്മാവാണ്. സോ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചാൽ മാത്രമേ നമ്മുടെ വിശ്വാസം വളരുള്ളൂ. പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ചിട്ട് വേണം വിശ്വാസം മുന്നോട്ട് നീങ്ങാൻ. എന്ന പൗലോസ് പറയുക ഫിലിപ്പി 3:16, നിങ്ങൾ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ നമ്മുടെ വിശ്വാസം വളരില്ല. നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് പറയുമ്പോൾ ഓർക്കണം, സർവശക്തനായ പിതാവിൽ, പുത്രനായ തമ്പുരാനിൽ, സഭയിൽ, വിശുദ്ധരുടെ ഐക്യത്തിൽ എല്ലാം വിശ്വസിക്കണമെങ്കിൽ നമ്മളെ സഹായിക്കുന്നവരാണ് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരദാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസം. എവിടെയെങ്കിലുമൊക്കെ ഈ ഒരു ടെംപ്റ്റേഷൻ നിറഞ്ഞ, വെല്ലുവിളികൾ നിറഞ്ഞ, ഒരുപക്ഷെ വിശ്വാസം മുറുകെ പ്രഖ്യാപിക്കുന്നത്, മുറുകെ പിടിക്കുന്നതൊക്കെ കളിയാക്കപ്പെടുന്ന, നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ, ഹോസ്റ്റലിൽ, നിങ്ങളുടെ ഈ ഒരു ചെറുപ്പത്തിന്റെ ഒരു തീക്ഷ്ണതയിൽ ചിലപ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് ബോക്സ് ആയിരിക്കാം. ചിലപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ പുറത്താക്കപ്പെട്ടേക്കാം, കളിയാക്കപ്പെട്ടേക്കാം. ഒരു ജപമാല എടുത്ത് കൈപ്പിടിച്ചതിന്റെ പേരിൽ, ബൈബിൾ വചനം വായിക്കുന്നതിന്റെ പേരിൽ, നിങ്ങളുടെ മൊബൈലിന്റെ സ്ക്രീൻ സേവർ വാൾപേപ്പർ ഒരു വചനം ഇട്ടതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഈശോയുടെ ഒരു ചിത്രം ഇട്ടതിന്റെ പേരിൽ നിങ്ങൾ കളിയാക്കപ്പെട്ടേക്കാം. നിങ്ങൾ ഈ ആധുനിക ലോകത്തിന് പറ്റുന്നവരല്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം നമ്മളെ അഭിനവ ചിന്തകർ ചിലപ്പം പുറകോട്ട് തള്ളി മാറ്റിയേക്കാം, ഒഴിവാക്കിയേക്കാം. പക്ഷെ ക്രിസ്തു നിങ്ങളെ ഒഴിവാക്കുന്നില്ല. ക്രിസ്തു നിങ്ങളുടെ സ്വന്തമായിരിക്കും. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്വന്തമായിരിക്കും. നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ എപ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് നടക്കും. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആരംഭങ്ങളിൽ അതാ കാണുന്നത്. പുതിയ ജന്മം, പുതിയ വ്യക്തികളാക്കി തീക്കുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഇങ്ങനെ ഈശോ പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ കാറ്റ് പോലെയാണ്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതെവിടെ നിന്ന് വരുന്നോ എവിടേക്ക് പോകുന്നോ നിങ്ങൾ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിച്ച, ആത്മാവാൽ നയിക്കപ്പെടുന്ന ഓരോ വ്യക്തികൾ. നമുക്ക് ആ ഒരു ലക്ഷ്യമാണ്, പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ. എൻ്റെ വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ, എൻ്റെ കുടുംബത്തിലൊരു പ്രാർത്ഥന കുറഞ്ഞു പോകുമ്പോൾ, എനിക്ക് പഴയതുപോലെ വചനം വായിക്കാൻ പറ്റാത്തപ്പോൾ, എനിക്ക് പഴയതുപോലെ ഒരു നന്മ പ്രവൃത്തി ചെയ്യാൻ പറ്റാത്തപ്പോൾ, വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റാത്തപ്പോൾ, എനിക്കുള്ള ഏറ്റവും വലിയ സഹായം ആര്? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ തന്നെ ഈശോ പറയുന്നില്ലേ 14-ാം അധ്യായത്തിൽ, പരിശുദ്ധാത്മാവ് വരും, ഞാൻ മറ്റൊരു സഹായകനെ അയക്കും. മറ്റൊരു സഹായകനെ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഓർക്കണം, യു ഹാവ് ഓൾറെഡി എ ഹെൽപ്പർ. നിങ്ങൾക്ക് ഒരു സഹായകനുണ്ട്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ഞാനിവിടെ ഉണ്ട്. മറ്റൊരു സഹായകൻ ആരാ? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക്, 14-ാം അധ്യായം 16-ാമത്തെ അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക്. ആര്? ഈശോയാണ് സത്യം. ഈശോയെ കുറിച്ച് കൂടുതൽ അറിയാൻ, സ്നേഹിക്കാൻ നമ്മുടെ ഈ ഒരു ശുശ്രൂഷയുടെ ലക്ഷ്യം തന്നെ അതല്ലേ? ഈശോയെ കൂടുതൽ അറിയുക, സ്നേഹിക്കുക, വിശ്വാസത്തിൽ വളരുക, ഈശോയെ സ്വന്തമായി തീരുക. ആര് സഹായിക്കും? സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക്, ഈശോയെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ, ഈശോയെ ട്രസ്റ്റ് ചെയ്യാൻ, ഈശോയെ മുറുകെ പിടിക്കാൻ, ഈശോയെ സ്നേഹിക്കാൻ, ബന്ധം വളർത്താൻ നമ്മളെ സഹായിക്കുന്ന ആരാണ്? മറ്റൊരു സഹായകൻ. ആര്? ഞാനതൊരു അഡ്വക്കേറ്റ്, പാരക്ലൈറ്റ്. പരിശുദ്ധാത്മാവ് സഹായിക്കും. 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിലൊക്കെ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, യോഹന്നാൻ 14:26, സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുക എന്നുള്ളത് മാത്രമല്ല. 26-ാം വാക്യം 14-26, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ്. ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കും. വചനം നമ്മളെ ഓർമ്മിപ്പിക്കും. വചനം അനുസരിച്ച് ജീവിക്കാൻ നമ്മളെ സഹായിക്കും. ഓരോ വചനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഞെട്ടും, കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഇല്ലല്ലോ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നില്ലല്ലോ, എൻ്റെ കൂട്ടായ്മയിൽ ഇങ്ങനെ നടക്കുന്നില്ലല്ലോ, എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ അത്ര വിശ്വാസമോ സ്നേഹമോ വിശുദ്ധിയോ ഒന്നും ഇല്ലല്ലോ. പരിശുദ്ധാത്മാവ് വരും, സഹായിക്കും. അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ കയ്യിൽ ആവശ്യിച്ചാൽ പവർ, ആ പവറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, മുറുകെ പിടിക്കണം. ആരെ? പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതെവിടെ നിന്ന് വരുന്നോ എവിടേക്ക് പോകുന്നു നിങ്ങൾ അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് ആത്മാവിൽ നയിക്കപ്പെടുന്നവർ. അങ്ങനെ ഒരു ഫ്രീ ലൈഫ്. ക്രിസ്തുവിന്റെ ആത്മാവ് നിറഞ്ഞു നിന്നവൻ സ്വതന്ത്രനാണ്. പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാണ്. മുന്നോട്ട് നയിക്കണം. നമ്മളെവിടെയും കെട്ടിക്കിടക്കാതെ, അളിയാതെ, ചീഞ്ഞ് നാറാതെ മുന്നോട്ട് നയിക്കേണ്ടത്. പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കാതെ, സൈഡിലേക്കും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കി നിരാശപ്പെടാതെ, മുൻപിലൊരു ലക്ഷ്യം വെച്ചുകൊണ്ട്, പൗലോസ് ശ്ലീഹയെ പോലെ മുമ്പിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയതിനെ മുറുകെ പിടിക്കണം. വചനത്തിലൂടെ, കൂദാശയിലൂടെ ഒക്കെ കിട്ടിയ പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ച് ഈ യാത്ര തുടരുക. വിശ്വാസത്തിന്റെ അടുത്ത വെട്ടം കിട്ടാൻ കർത്താവ് സഹായിക്കട്ടെ.
എവിടെയെങ്കിലുമൊക്കെ ഒരു തീഷ്ണത കുറഞ്ഞു പോയെങ്കിൽ ഇതിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കട്ടെ. ചാരം മാറും, കനൽ വീണ്ടും കത്തും. ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ, ഓരോ ആഴ്ച, ഓരോ മാസവും മുന്നോട്ട് പോകാൻ വേണ്ടി പരിശുദ്ധാത്മാ സഹായിക്കും. വിശ്വാസത്തിൽ വളരാം. വിശ്വാസം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ബന്ധം ഈശോയുമായിട്ട് വളരട്ടെ. കഴിഞ്ഞ കാലത്തെ വിട്ടുകളഞ്ഞ് ഫ്യൂച്ചർ ഈശോ ഒരുക്കിയ ഭാവി കാലത്തെ നോക്കി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളെ, നമ്മുടെ പ്രവർത്തികളെല്ലാം മുന്നോട്ട് നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.